ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, നാം എന്തെല്ലാം കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുന്നു? മുമ്പുള്ള കാലങ്ങളിൽ അവയെല്ലാം രേഖകളാക്കി നമ്മുടെ കൈവശം ഉണ്ടായിരിക്കും. ഇന്നാണെങ്കിൽ കമ്പ്യൂട്ടർ, മൊബൈൽ ഇവ വഴി നമുക്ക് ഇത് ഭദ്രമായി സൂക്ഷിക്കാം. ഈ അറിവ് നമുക്ക് നൽകിയ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കൈവശം എന്തെല്ലാം രേഖകൾ ഉണ്ടാകും? അതേക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ലൂക്കോസ് 10:20 യേശു ശിഷ്യന്മാരോട് പറയുന്നത് ശ്രദ്ധിക്കൂ. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാലാണ് സന്തോഷിക്കേണ്ടത്. ഇതിൽ നിന്നും ശിഷ്യരുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഈ പുസ്തകത്തെപ്പറ്റി വെളിപാടിൽ പലയിടത്ത് യോഹന്നാൻ പറയുന്നുണ്ട്. വെളിപാട് 20:15, 3:5, 13:8, 17:8, 20:12, 21:27 ഇവയിലെല്ലാം നമുക്ക് കാണാം. അതിലൊന്ന് ഞാൻ വായിക്കാം. 21:27. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും, മ്ലേച്ഛതയും വ്യാജവും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. ദൈവത്തോടൊപ്പം എന്നേക്കും ജീവിക്കുന്നവരുടെ പേരുകളാണ് ഈ ജീവപുസ്തകത്തിലുള്ളത്. ഫിലിപ്പിയർ 4:3 പൗലോസും ഇതേപ്പറ്റി പറയുന്നു. കേൾക്കൂ, വിശ്വസ്തനായ സഹപ്രവർത്തകനെ, ഈ സ്ത്രീകളെ സഹായിക്കുവാൻ അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുകളുള്ള ക്ലേമന്തിനോടും എൻ്റെ മറ്റു കൂട്ടുവേലക്കാരോടും ഒരുമിച്ച് അവർ എന്നോടുകൂടി സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. ലൂക്ക 13:28 യേശു പറയുന്നത് അബ്രാഹമും ഇസ്ഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിലിരിക്കുന്നത് നാം കാണുമെന്നാണ്. അപ്പോൾ അവരുടെ പേരും ജീവന്റെ പുസ്തകത്തിലുണ്ടല്ലോ. പഴയ നിയമത്തിൽ മോശ പുറപ്പാട് 32:32 പറയുന്നത് കേൾക്കും. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണമേ. അടുത്ത വാചകത്തിൽ യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും എന്ന് പറയുന്നു. ഇതിൽ നിന്നും ഒരിക്കൽ പേരെഴുതിയാൽ പിന്നീട് പാപം ചെയ്താൽ പേര് മായ്ക്കുമെന്ന് ഉറപ്പാണല്ലോ. മലാഖി 3:16 പറയുന്നത് ശ്രദ്ധിക്കൂ. യഹോവ ഭക്തന്മാർ അന്ന് പരസ്പരം സംസാരിച്ചു. യഹോവ അത് ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമം സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണയുടെ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ വായിച്ചാൽ ഈ പുസ്തകത്തെക്കുറിച്ചാണ് അത് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദാവീദ് 69-ാം സങ്കീർത്തനം 28-ാം വാക്യത്തിൽ ഈ ജീവന്റെ പുസ്തകത്തെപ്പറ്റി പറയുന്നുണ്ട്. ദാനിയേൽ 12:1 പറയുന്നത് കേൾക്കൂ. അക്കാലത്ത് നിന്റെ സ്വന്തം ജനത്തിന് തുണ നിൽക്കുന്ന മഹാപ്രഭുവായി മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജനത ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. ഇങ്ങനെ ദൈവം തൻ്റെ ദാസന്മാരായ മോശ, ദാവീദ്, ദാനിയേൽ, മലാഖി, യോഹന്നാൻ, പൗലോസ് എന്നിവരിലൂടെ തനിക്കൊരു ഗ്രന്ഥമുണ്ടെന്ന് വെളിപ്പെടുത്തുന്നു. ദൈവപുത്രനായ യേശുവും അത് സ്ഥിരീകരിക്കുന്നു. വെളിപാട് 21:27 ഇതിനെ കുഞ്ഞാടിൻ്റെ പുസ്തകം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് മനുഷ്യരാലുള്ളതല്ല, യേശു ക്രിസ്തുവിൻ്റെതാണ്. ഈ പുസ്തകത്തിൽ ഒരാളുടെ പേര് എഴുതുക എന്നതിനർത്ഥം അവസാനം വരെ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നിത്യജീവന് അവകാശിയാകാമെന്നാണ്. വേറെയും പുസ്തകങ്ങൾ ഉണ്ടെന്ന് ബൈബിളിൽ പരാമർശമുണ്ട്. വെളിപാട് 20:12 പുസ്തകങ്ങൾ തുറക്കുന്നു എന്നാണ് പറയുന്നത്. സ്കൂളുകളിൽ നമുക്കൊരു ഹാജർ ലിസ്റ്റ് ഉണ്ട്. അതിൽ പേരില്ലാത്തവരെ അവിടെ ഇരിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. അതുപോലെ ദൈവത്തിന് സ്വർഗത്തിനായ ഒരു ലിസ്റ്റ് ഉണ്ട്. നിത്യതയ്ക്കായി മുദ്രയിട്ടവർ അതിലുണ്ട്. സ്വർഗരാജ്യത്തിൽ എന്നേക്കും ജീവിക്കാൻ പോകുന്ന ആളുകളെ പട്ടികപ്പെടുത്തി ദൈവം എഴുതിയ ഒരു രേഖയാണ് ജീവന്റെ പുസ്തകം. ഓരോ വ്യക്തിയുടെയും വാക്ക്, പ്രവൃത്തി, ചിന്ത ഇവയെല്ലാം ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇതെല്ലാം ദൈവത്തിൻ്റെ റെക്കോർഡ് പുസ്തകങ്ങളാണ്. ഇവയെല്ലാം കൃത്യവും കുറ്റമറ്റതുമായിരിക്കും. കാരണം എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തെ ദൈവത്തിന് കാണാനാകുമല്ലോ. ഇതൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ മനുഷ്യന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ അത്യാധുനിക യുഗത്തിൽ പിറന്നു വീഴുന്ന അന്നു മുതൽ മരണം വരെയുള്ള എല്ലാ രേഖകളും നമുക്ക് സൂക്ഷിക്കാനാകുമല്ലോ. പിന്നെയാണോ സൃഷ്ടാവായ സർവജ്ഞാനിയായ ദൈവത്തിന്? അതിനാൽ സഹോദരങ്ങളെ, അവസാനം വരെ വിശ്വസ്തത പുലർത്തി ജീവന്റെ പുസ്തകത്തിലെ പേര് മായ്ച്ചു കളയാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ
പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.